എന്നെ സ്നേഹിക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? 14:15 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് ഉടമ്പടി. അവൻ പറയണ പോലെ ചെയ്യും. ഈ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും പറഞ്ഞേ, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളോടുകൂടി ആയിരിക്കാൻ അവിടുന്ന് ഒരു മറ്റൊരു ആശ്വാസകനെ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യും. കരിസ്മാറ്റിക് കാലം കഴിയുമ്പോഴാണ് ഈ കവനൻ്റെ കാലം, ദൈവമായിട്ട് കരാർ ചെയ്ത് ജീവിക്കുന്ന ഒരു കാലം വരണത്. ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കാലത്തിൻ്റെ പ്രത്യേകത എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന, ഒന്ന് പറഞ്ഞേ, സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുകയും നിത്യം നിങ്ങളുടെ ആയിരിക്കും മറ്റൊരു ആശ്വാസകനെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരികയും ചെയ്യും. അപ്പം കൽപ്പനകൾ, ഇപ്പം കരിസ്മാറ്റിക് ധ്യാനത്തിൽ നമ്മളെ അവസാനമാണ് ആൾക്കാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അല്ലേ? ക്ലിയർ അല്ലേ? അല്ലേ പിന്നെ നിങ്ങൾ എന്തുമാത്രം വളരേണ്ടതാണ്. കവനണ്ടിൽ ആ സാധനം പോകത്തില്ല. എന്താ കാര്യം? കവനണ്ടിൽ കവിവെപ്പ് പ്രാർത്ഥനയിലൂടെ അല്ല പരിശുദ്ധാത്മാവിനെ കിട്ടണത്. പിന്നെ അവൻ പറയണത് പോലെ ചെയ്യുന്നതിലൂടെ. കൈയിടിച്ച് കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഓരോ കാര്യങ്ങളും കർത്താവ് പറയണ പോലെ നിറവേറ്റുമ്പോഴേ നമുക്ക് എന്താ ലഭിക്കണത്? പരിശുദ്ധാത്മാവിനെ നൽകുന്നു. ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മളുടെ ലക്ഷ്യം എന്താണ്? യോഹന്നാൻ 1:16 മേൽകൃപയാണ് ലക്ഷ്യം. അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ. ഈ മേൽകൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർജിത കൃപയാണ്. ഒരു വ്യക്തി ആർജിക്കുന്ന കൃപയാണ്. മനസ്സിലായില്ലേ? സാധാരണ നമുക്ക് പരിശുദ്ധാത്മാവ് കിട്ടുന്ന കൂദാശ വഴിയാണ്. അടിസ്ഥാന കൃപ. അടിസ്ഥാന കൃപയിലൂടെ നമുക്ക് സാധാരണ കേവല കൃപ കിട്ടും. കൃപയ്ക്ക് മേൽകൃപ കിട്ടുന്നത് എന്താണ്? ആർജിത കൃപയാണ്. കവനൻ്റെ ലക്ഷ്യം വെക്കണത് എന്താണ്? അടിസ്ഥാന കൃപയല്ല. അടിസ്ഥാന കൃപ ഓൾറെഡി നമ്മൾ അതിൻ്റെ എല്ലാ അതിൻ്റെ പരിക്കുകളെല്ലാം പരിഹരിച്ച് റിപ്പയർ ചെയ്ത് കൂദാശ ജീവിതത്തിലൂടെ കൃത്യമായി നമ്മൾ അടിസ്ഥാന കൃപയുടെ ചാലുകളെല്ലാം ആദ്യമേ കോരും. അതിന് ശേഷമാണ് നമ്മൾ ആർജിത കൃപയിലേക്ക് പോണത്. ആർജിത കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ പറയുന്നതിനൊക്കെ കൂടുതൽ അവന് വേണ്ടി ചെയ്തുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും മുന്തിയ നിലവാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ കൃപയ്ക്ക് മേൽ കൃപയായ ആർജിത കൃപ പ്രാപിക്കുവാൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കുമെന്ന് അങ്ങയുടെ വചനം അനുസരിച്ചുകൊണ്ട് നിലവാരമുള്ള സുവിശേഷ സാക്ഷികളാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോൾ ദൈവ സംസർഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദൈവ വിനിമയത്തിൻ്റെ ഒരു കാലമാണ് നമ്മൾ ഉടമ്പടിയിലൂടെ വാതിൽ തുറക്കുന്നത്. വിനിമയത്തിൻ്റെ കാലം എന്താ വെച്ചാൽ ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവം ബിവെയർ ഓഫ് ഒക്കേഷൻസ്, അവസരങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കുക. പണ്ട് ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനെ ഓർത്തിരിക്കുന്ന സംഭവമാണ് വാട്ട് ഈസ് ഇൻ്റലിജൻസ്. എന്താണ് ബുദ്ധി? അത് സൈക്കോളജിക്കൽ സബ്ജക്റ്റാണ്. എന്താണ് ബുദ്ധി? ഇൻ്റലിജൻസ് ഈസ് ആൻ എബിലിറ്റി ടു അഡാപ്റ്റ് അക്കോർഡിംഗ് ടു ദി സർക്കംസ്റ്റൻസ്. അതാണ് ബുദ്ധിയുടെ ഇപ്പം നിലവിലുള്ള ഡെഫിനിഷൻ. എന്താണ് ബുദ്ധി എന്ന് പറയണത്? ഇറ്റ്സ് എൻ എബിലിറ്റി ടു അഡാപ്റ്റ്. ഒരു സാഹചര്യം വരുമ്പോൾ അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ ബുദ്ധി എന്ന് പറയുന്നു. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രേസിൽ വരുന്ന വിഷയം. ഗ്രേസ് എന്ന് പറയുന്നത് കൃപ,
നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആണ്. കൃപയ്ക്ക് മേൽകൃപ. ഈ മേൽകൃപ ഉണ്ടാക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗ്രേസ് മേക്കിംഗ് ഈസ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. അല്ലെങ്കിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്, കൃപ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു ബുദ്ധിപരമായ വിനിമയമാണ്. ഒരു അവസരങ്ങളോട് ഒരു വിശ്വാസി എങ്ങനെ പ്രതികരിക്കുന്നു, അതിലൂടെയാണ് അക്വയർഡ് ഗ്രേസ് ഉണ്ടാകുന്നത്. ആർജിത കൃപ അവസരങ്ങളോട്. ഇപ്പം ലൂക്കാൻ്റെ സുവിശേഷം എടുത്തേ, 21:13. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 21:13. ഏറ്റവും ലൂക്ക 21:13. നിങ്ങൾക്ക് ഇത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവസരം കണ്ട, ഒക്കേഷൻ. ഇത് നിങ്ങൾക്ക് പറഞ്ഞേ, ഇത് നിങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. ഇതാണ് ഈ അവസരത്തെ ബുദ്ധിപൂർവമായിട്ട് നമ്മളെ സമീപിക്കാൻ കഴിയണം. അവസ്ഥ. ഇപ്പം നിൻ്റെ ഭാര്യ വഴക്കിട്ട് വീട്ടിൽ പോയി, നിൻ്റെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും, അവളുടെ കയ്യിലും മിസ്റ്റേക്ക് ഉണ്ടാകും. അപ്പോൾ അവൾ വീട്ടിൽ പോയി അവിടെ ഇരിക്കുകയാണ്. അവളെ കുഞ്ഞുങ്ങളെ മരിച്ചുകൊണ്ട് നീ വീട്ടിൽ വന്നപ്പോൾ ഭാര്യയുമില്ല കുഞ്ഞുങ്ങളുമില്ല, അവൾ വിളിച്ചുകൊണ്ട് പോയി. അപ്പോൾ നീ എന്ത് ചിന്തിക്കണം? എന്താ നീ ഉടനെ എന്ത് ചെയ്യും? നീ നിനക്ക് പിശാചാണ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ ആരെങ്കിലുമായിട്ട് പെൺപിള്ളേരുമായിട്ട് സംസാരിക്കണ ഒരു ഓഡിയോ അവൾക്ക് അയച്ചു കൊടുക്കും. അതായത് നീ ഇങ്ങനെ കോപ്പറേറ്റ് തരം കാണിച്ചാൽ ഞാൻ എൻ്റെ വഴിക്ക് പോകുമെന്നാണ് നീ അവളോട് പറയണത്. അത് മാനുഷികമാണ്. എന്താണ്? കൊല്ലാനും നശിപ്പിക്കുവാനാണ് കള്ളൻ വരുന്നത്. കള്ളം വരണേണ്ട. ഭാര്യ വഴക്കിട്ട് പോയപ്പോൾ ഒരുത്തൻ കാണിക്കുകയാണ്, അവൻ്റെ പഴയ ഒരു അക്കൗണ്ടിൽ നിന്ന് അവൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, അവൻ്റെ പഴയ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അവളുടെ ഫോട്ടോ ഇവർക്ക് അയച്ചു കൊടുക്കും. എന്താ? നീ അഭ്യാസം കാണിച്ചാൽ അതിനേക്കാൾ വലിയ അഭ്യാസം ഞാൻ കാണിക്കുമെന്നാണ് ഇവൻ പറയണത്. പക്ഷേ ഈ പോഴൻ അവസരത്തെ ദുർവിനിയോഗിക്കണം. കണ്ട, ഇതല്ല വിഷയം. ഈ വിഷയം ഇവൻ ശരിക്കും പറഞ്ഞ ഈ അവസരം ശരി, അവൾ പോയി, നിൻ്റെ കയ്യിൽ മിസ്റ്റേക്കില്ല, അവളുടെ കയ്യിലാണ് മിസ്റ്റേക്ക്. നീ ഇല്ലാത്തപ്പോൾ നിൻ്റെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. അവിടെ അമ്മയോട് പോലും ചോദിക്കാതെ കൊച്ചിനെയും വിളിച്ചുകൊണ്ട് പോയത്. അപ്പം നിൻ്റെ ചിറ്റപ്പനും ആൻറ്റിയും ഒക്കെ രംഗത്ത് വന്നു. അപ്പോൾ അവൾ പോയപ്പോട്ടെ, നാട്ടിൽ വേറെ പെണ്ണ് കിട്ടുമെന്ന് പറയും. അടുത്ത പിശാചവനാണ് വേണ്ട, അടുത്ത പിശാചവനുണ്ട്. ഈ നിൻ്റെ ആൻറ്റിയും ചിറ്റപ്പനും കൂടെ വന്നിട്ട് നിന്നോട് എന്താ പറഞ്ഞാൽ, അവൾ വന്നപ്പോഴത്തെ എനിക്ക് മനസ്സിലായി അവൾ പിഴയാണെന്ന്. അപ്പം നിനക്ക് തരുന്ന നോട്ടതാ. അവൾ പോട്ടെ കൊള്ളാം, കല്യാണം ഇതുപോലെ എന്തുമാത്രം വേണമെങ്കിൽ വീട്ടിൽ ഇപ്പോണ്ടത്. അപ്പോഴേ നിനക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ, അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളവരെ വിട്ടുപോരാം. നീ ഉടമ്പടി എടുക്കുമ്പോൾ നിന്നെ വഴിതെറ്റിക്കുന്നവരെ നീ വിട്ടുപോരേണ്ടി വരും. ഓൾഡ് റിലേഷൻസ്, നിന്നെ ക്രിസ്തുവിൽ നിന്ന് വഴിതെറ്റിക്കുന്ന വ്യക്തികളെ. എനിക്ക് തോന്നുന്നത് 2 കൊറിന്തോസ് 6:17 എടുത്തേ. 2 കൊറിന്തോസ് 6:17. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അതെ, നിന്നെ ദുഷ്ട ഉപദേശം നൽകി ഉള്ള കൃപ കൂടി കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന കള്ളന്മാരുണ്ട്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അത് നിനക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം. യോഹന്നാൻ 10:10 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 10:10. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഇളയച്ചൻ വരുന്നത്, കൊച്ചാപ്പൻ വരുന്നത്, ചിറ്റമ്മ വരുന്നത്, ആൻറ്റി വരുന്നത്. ഒത്ത പോക്കാണെന്ന് പറഞ്ഞത്. നിങ്ങൾ അവരെ വിട്ട് പോരാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ക്രിസ്തുവായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. യേശുവേ ആരാധന ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്. സ്നേഹമായിരിക്കും. ദൈവം തന്നെ കൽപ്പന എന്താന്ന് നോക്കിയേ, വായിച്ചേ. 1 കൊറിന്തോസ് 14:1. സ്നേഹമായിരിക്കട്ടെ. പറഞ്ഞേ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ വാശിയല്ല, വൈരാഗ്യമല്ല, വെറുപ്പല്ല, ഒന്നുമല്ല. ഇവിടെ ചിലപ്പോൾ തോറ്റു കൊടുക്കേണ്ടി വരും. കാര്യം എന്താണ്? നീ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്ഥാനം
നീ ഏറ്റെടുത്തിരിക്കുന്ന കൃപ തോറ്റവൻ്റെതാണ് അല്ലേ? തോറ്റവൻ്റെ തോറ്റവൻ്റെ ഉടമ്പടിയാണ് നീ ചെയ്തിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ ചിലപ്പോൾ തോറ്റെന്നിരിക്കും, പക്ഷേ ഈ തോൽവി അന്ത്യമല്ല. കൈയടിച്ച് കർത്താവിനെ എൻ്റെ മക്കളെ, ഇതിൻ്റെ വിഷയം ഇത് ദൈവം ഒരുക്കുകയാണ് ശരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു കേസ് ഹിസ്റ്ററി പറഞ്ഞില്ലേ, ഹസ്ബൻഡിനെ വഴക്ക് ഇല്ലാത്ത സമയത്ത് ഹസ്ബൻഡ് അമ്മയോട് പോലും പറയാതെ അവൾ കൊച്ചിനെയും കൊണ്ട് വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നീ എന്താണെന്ന് ഉപയോഗിക്കുമ്പോഴാണ് നിൻ്റെ വീട്ടുകാരും നാട്ടുകാരും വന്ന് പറയണത് നിന്നെ പിശാചിൻ്റെ ഉപകരണങ്ങളായിട്ട് മാനുഷികമായ വാശിയും വൈരാഗ്യമാണ് പറയണത്. എടാ പോത്തെ, നീ അവിടെ ചെന്ന് അപ്പോൾ നീ പറയും ഞാൻ ചെന്ന് വിളിക്കട്ടെ, കുഞ്ഞുങ്ങളെ കാണാതെ പറ്റണില്ലെന്നൊക്കെ പറയുമ്പോൾ എടാ നീ എന്ത് വിഡ്ഢിയാണ്, നീ എന്ന് വിളിച്ചാൽ ഇനി അവൾ ഇതിൻ്റെ അപ്പുറത്ത് കാണിക്കും. അതിൻ്റെ അപ്പുറത്ത് അത് മനുഷ്യ ഉപദേശമാണ്. ദൈവത്തെ അറിയാൻ പാടില്ലാത്ത പേപ്പട്ടികൾ നിങ്ങളെ എങ്ങനെയും വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. പേപ്പട്ടികളെ അത് ചിറ്റപ്പനായാലും ആൻറ്റി ആയാലും ശ്രദ്ധിക്കരുത്. നിങ്ങൾ അവരെ വിട്ടു പോരാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്ന് കൊറോസിൻ്റെ 6:17 നിങ്ങൾ അവരെ വിട്ടു പോരൂ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ടുപോരാൻ ഈശോൻ പറയും നിങ്ങൾ അവരെ വിട്ടുപോരേണ്ടവരെ വിട്ടുപോരുക തന്നെ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ നിങ്ങൾ ഒഴിവാക്കണമെന്നല്ല, അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങൾ അവരെ ഈശോൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ അവരെ വിട്ടുപോരൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധന്മാരാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 15:14. മത്തായി 15:14 അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ നിങ്ങളെ കുഴി കൊണ്ട് ചാടിക്കാൻ മാത്രം ക്രിസ്തുവിനെ മാറ്റി നിർത്തി, ദൈവത്തിൻ്റെ സ്നേഹത്തെ മാറ്റി നിർത്തി ആര് ഉപദേശം തന്നാലും അത് അന്ധന്മാരാണ് തരണത്. അന്ധനെ നയിച്ചാൽ എന്ത് പറ്റും? രണ്ടുപേരും കുഴി വീഴുമെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുഴി വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, ഭാര്യയുടെ മുമ്പിൽ തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ചെല്ലുന്ന പറയുമ്പോൾ ചിലപ്പോൾ അവർ തോന്നിവാസം ഇങ്ങോട്ട് പറയും. അപ്പോൾ നമുക്ക് അവർ നമ്മൾ ചെയ്യാത്ത കാര്യമൊക്കെ അവർ പറയണത് ഇവൾ പറഞ്ഞിരിക്കുന്ന കുശുമ്പും കുഞ്ഞായ്മയും തോന്നിവാസമായിരിക്കും, കേട്ടിട്ടായിരിക്കും അവരിങ്ങോട്ട് വിളമ്പണത്. പക്ഷേ നമ്മളൊന്നും മിണ്ടത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്താണ്? സ്നേഹമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് വെച്ചാൽ സാധാരണ ഒരു വെല്ലുവിളിയാണ്. ഇവിടെ എന്താണ്? ഇവിടെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കണമുണ്ട്. കൂദാശയുടെ ബലമുണ്ട്. ക്രിസ്തുവിനെ പിരിയരുത്, കാരണം നിത്യതയാണ് ലക്ഷ്യം. കൈയടിച്ച് കർത്താവോട് ഓർപ്പിച്ച് തരണം. ഇപ്പോൾ ഈശോ നേരത്തെ എന്താ പറഞ്ഞത്? സ്നേഹത്തിൻ്റെ ഇൻഡിക്കേറ്റർ അല്ലേ? സ്നേഹത്തിൻ്റെ ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ എന്താണ്? എന്ത് സംഭവിച്ചാലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കും. അയാൾക്ക് ദൈവസ്നേഹം ഉണ്ട്. രണ്ടാമത്തെ എന്നാൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. കൽപ്പന പാലിക്കുമ്പോഴെന്താണ്? കൽപ്പന എന്താണ് ശരിക്കും പറഞ്ഞാൽ? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അതാണ് പ്രശ്നം. നിങ്ങളെ പരസ്പരം സ്നേഹിക്കാനല്ല പറഞ്ഞിരിക്കണത്. അത് മഹാത്മാഗാന്ധിക്കും പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. വേറെ പ്രശ്നമുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്നാണ് പറഞ്ഞിരിക്കണത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച കാര്യം കാണുമ്പോൾ അറിയാമല്ലോ. ഈ കുരിശുരൂപം എന്തുകൊണ്ട് അൾത്താരെ വെക്കണത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് എന്താണെന്ന് കാണിക്കാനാണ് സഭയെ. ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുരിശുരൂപം അൾത്താരെ വെക്കണത്. തുണിയില്ലാതെ ഒരു വിറക് കഷ്ണത്തെ ഇനി ഒന്നും കയ്യിലില്ല. ആരുടെ കയ്യിലില്ല? യേശുവിൻ്റെ കയ്യിലുമില്ല, പരമപിതാവിൻ്റെ കയ്യിലുമില്ല എന്ന് പറയുന്ന ബൈബിൾ ഭാഗമുണ്ട്. എന്താണ്? നമ്മൾക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോട് കൂടെ സമസ്തവും നൽകിയില്ലേ? അപ്പോൾ യേശുക്രിസ്തുവിനെ പോലും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ
സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ഇത് വല്ലാത്ത വൈബ്രന്റ് ആയിട്ടുള്ള വേർഡാണിത്. എന്താണ്? സ്വപുത്രനെ പോലും. ആ പോലും എന്നുള്ള വാക്കിനാണ് എക്സ്ട്രാ അനോയിൻറ്റിങ് ഉള്ളത്. എന്താണ്? സ്വപുത്രനെ പോലും, ക്രിസ്തുവിനെ പോലും നമുക്ക് വേണ്ടി. അപ്പോൾ എന്തുമാത്രം പരമപിതാവ് നമ്മളെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം, നമ്മൾ ഒരിക്കലും നശിക്കാൻ, ഈശോയെപ്പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, നമ്മൾ ഒരിക്കലും നശിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തത്തില്ല. ഏതെങ്കിലും വഴിയിലൂടെ നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു തന്നവൻ നിന്നെ വീണ്ടെടുക്കും. കൈയടിച്ച് കർത്താവ് ഇപ്പം ഈശോ എന്നാ സംസാരിക്കണത്? നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? കൃപയ്ക്ക് മേൽകൃപ. അതിനെന്താ ചെയ്തിരിക്കണത്? അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ജീവിതത്തിലുണ്ടാകുന്ന അവസരങ്ങളെ ബുദ്ധിപൂർവ്വം വിനിമയം ചെയ്യുക. ഇങ്ങനെയാണ് കൃപ, ആർജിത കൃപ ഉണ്ടാക്കുന്നത്. ഇറ്റ്സ് എൻ ഇൻ്റലിജൻറ്റ് ബിസിനസ്. ആർജിത കൃപയെന്ന് പറയണത് ബുദ്ധിപരമായൊരു വിനിമയമാണ്. അവസരങ്ങളെ അവൻ ഇതാണ് അവസരം എന്ന് നമുക്ക് പറഞ്ഞു തരണത് ആരാണ്? പരിശുദ്ധാത്മാവ്. 14:26 യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അവസരങ്ങളെ അനുസ്മരിപ്പിക്കുമെന്നായി പറയണത് മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിൻ്റെ റോള് കവനൻ്റിൽ ഭയങ്കരമാണ്. നിങ്ങൾ കവനൻ്റിലായിക്കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവൻ്റെ കൽപ്പന പാലിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താണ്? ആ പരിശുദ്ധാത്മാവ് അവസരങ്ങളെ അനുസ്മരിപ്പിക്കും. ടാപ്പിംഗ് ടൈം പറയും, കൃപയുടെ ടാപ്പിംഗ് ടൈം പറയും. ഇപ്പോൾ ആ പെണ്ണുമ്പോൾ വഴക്കിട്ട് പോയില്ലേ? അതാ. അപ്പോൾ ഇവനോട് എന്താ പറഞ്ഞിരിക്കണത്? അവൻ്റെ അമ്മ പറഞ്ഞിരിക്കണത്, എന്നെപ്പോലും ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അവളെ ഇനി വിളിക്കാൻ നീ പോകണ്ട, ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാകത്തില്ലെന്നാണ് അമ്മ പറയണത്. അവരെ തോട്ടുമുള്ളേ തൊഴിക്കുകയാണ്. കൂദാശയും അമ്മ കാര്യമൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. അവർ തോട്ടുമുള്ളി തൊഴിക്കുകയാണ്. എങ്ങനെ ഈ സാധനത്തെ വിഘടിച്ചിട്ട് അവളെ വീട്ടിൽ നിർത്താമെന്നാണ് ഈ പണ്ടാരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിനൊക്കെ ഇവരമ്മയാണെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ ബാധ്യസ്ഥമില്ല. എന്നെക്കാളുപരി സ്വന്തം മാതാവിനെ പിതാവിനെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് ആവശ്യമില്ല. കൈയടിച്ച് കർത്താവ് തീരുമാനിക്കുന്നവൻ യേശുവിൽ തീരുമാനിക്കുക. ഒന്ന്, തീരുമാനിക്കുന്നവൻ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ നിത്യതയെ മുൻനിർത്തി തീരുമാനിക്കുന്ന കൊണ്ടാണ് ഇപ്പം ക്രിസ്തുവിൻ്റെ പല പ്രബോധനങ്ങളും സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഈ ലോകത്തിന് വേണ്ടിയുള്ള പ്രബോധനങ്ങളല്ല. നിന്റെ വലത് കർണത്തെ അടിക്കണവന് ഇടത് കർണം കാണിക്കാൻ പറയണില്ലേ? എന്തുകൊണ്ടാണ്? നീ അടിക്കണവന് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായി? നിനക്ക് ക്രോധമായി, വൈരാഗ്യമായി, നിൻ്റെ ആത്മാവിന് കറയായി, നിനക്ക് നിത്യത നഷ്ടമായി. നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവ് അവസാന നിമിഷം വരെ രക്തം ചെയ്യുന്നവരുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ഇവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്ഷമ ഇത്രയും വരെ ആകാം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.